ദൈവത്തിന്റെ പ്രവൃത്തികളിൽ അത്ഭുതം കണ്ട് ആശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചേ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6-ാം തിരുവചനം. അത്ഭുതകരമായ ഒരു വചനമാണത്. എലിസബത്ത് സക്കറിയ ദമ്പതികളെ കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്ന വചനം. അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. കണ്ടോ, പ്രമാണങ്ങളും ചട്ടങ്ങളും ചിട്ടയായിട്ട് പാലിക്കുന്ന എലിസബത്തിനും സക്കറിയായ്ക്കും മക്കളുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ? ഇനി തുടർന്ന് എഴുതി വച്ചിരിക്കുന്നു, എലിസബത്ത് വന്ധ്യയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ നൽകാനുള്ള എല്ലാ സാധ്യതകളും നഷ്ടപ്പെട്ടവൾ. എലിസബത്ത് വന്ധ്യയായിരുന്നു, ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. ഹല്ലേലൂയ. അത്രത്തോളം അവരുടെ വഴികളെല്ലാം കൊട്ടിയടക്കപ്പെട്ടിട്ടും പ്രായത്തിന്റെ നിറവിലും പ്രിയപ്പെട്ടവരെ അവർ വിശ്വസിക്കാൻ തയ്യാറായപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ അവർ കണ്ടു എന്ന് വേണം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പിന്നീടുള്ള സാഹചര്യങ്ങളിലെല്ലാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ബൈബിളിൽ കൂടെ കൂടെ കാണുന്ന ഒരു വാക്കുണ്ട്, അതുപോലെ കുർബാനയിൽ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. അബ്രഹാമിന്റെ ദൈവമേ, ഇസ്ഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, ഞങ്ങളോട് അലിവ് തോന്നണമേ, കരുണ തോന്നി ഞങ്ങളെ കടാക്ഷിക്കണമേ. എന്താ പ്രിയപ്പെട്ടവരെ ഈ തിരുവചനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഉൾക്കാഴ്ച? അബ്രഹാമിന്റെ ദൈവമെന്ന് പറയുമ്പോൾ ഒരു 100 വർഷക്കാലം കാത്തിരുന്ന് സമ്പാദിച്ച വിശ്വാസത്തെ തകിടം മറിക്കുന്ന ഒരു ചോദ്യമാണ് ദൈവം തമ്പുരാൻ അബ്രഹാത്തോട് ചോദിച്ചത്. ആ ചോദ്യം ഇതാണ്: കൊഞ്ചിച്ചു കൊതി തീരാത്ത നിന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ ഇന്ന് കത്തി വെക്കുമോ? ഒരു മാതാപിതാക്കൾക്ക് കേൾക്കാൻ പോലും പറ്റാത്തൊരു വചനമാണത്. അങ്ങനെ ഒരാൾ പറയുന്നത് സ്വീകരിക്കാൻ പോലും പറ്റാത്ത അസ്വസ്ഥത ആ സമയത്തുണ്ടായെന്ന് വരാം. ആ ദൈവമാണ് ചോദിക്കുന്നത്, നീ ഓമനിച്ച് വളർത്തിയ ഈ കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ എനിക്ക് വേണ്ടി വിട്ടുതരുമോ? അബ്രഹാം പറഞ്ഞു, തരാം ദൈവമേ. അപ്പോൾ അബ്രഹാമിന്റെ ദൈവമേ എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസത്തിന്റെ തീഷ്ണത ഇവിടെ ഉദിച്ചുയരും. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ അരുളപ്പാടുകളെ കണ്ണും പൂട്ടി വിശ്വസിച്ചവര്. അബ്രഹാമിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അരുളപ്പാടുകളെ കണ്ണുമടച്ചു വിശ്വസിച്ചവര്. ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ അനേകര് കടന്നു വന്ന് ദൈവവചനം ഇങ്ങനെ നിങ്ങളോട് മാറി മാറി പറയുമ്പോൾ ഈ അരുളപ്പാടുകള്, ഈ ദൈവത്തിന്റെ വാഗ്ദാനം, ഈ ദൈവത്തിന്റെ വിശുദ്ധമായ അനുഗ്രഹങ്ങൾ ഇത് സമ്പാദിക്കാൻ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ അബ്രഹാത്തിന്റെ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. കണ്ണടച്ചു വിശ്വസിക്കണം, കണ്ണും പൂട്ടി വിശ്വസിക്കണം. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ തലമുറ മുഴുവനും വേണ്ടി ദൈവം തന്ന വിശ്വാസയോഗ്യമായ വചനമാണെന്ന് തിരിച്ചറിയുക ആഴത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളിലും എന്നിലും വലിയ മാനസാന്തരങ്ങളും വലിയ ഫലങ്ങളും പുറപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒരു സൗഖ്യ സന്ദേശം കാണിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, തലയ്ക്ക് അതിശക്തമായ വേദന, ഒരു സൈഡില് ചെന്നിക്കുത്തു തലവേദന പോലെ വേദനയുള്ള വ്യക്തികള് ഈ കൂടെ ഇരിപ്പുണ്ട്. അവരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതായി അടയാളം കാണിച്ചു തരുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളവര് ഒന്ന് കര ഉയർത്തിപ്പിടിച്ചു. അങ്ങനെ ഉയർത്തുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. അവരൊന്ന് കര ഉയർത്തിപ്പിടിച്ചു. ശക്തിയോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുടുംബങ്ങളിലായിരിക്കുന്നവര്, ഇവിടെ വരാൻ പറ്റാത്തവര്, തലവേദന മൂലം വളരെ വേദന അനുഭവിക്കുന്നവര്, പ്രാർത്ഥിക്കാൻ പറ്റാത്തവര്, വിശ്വസിക്കാൻ പറ്റാത്തവര്, വചനം വായിക്കാൻ പറ്റാത്തവര് എല്ലാവരും ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടട്ടെ. ശക്തിയോടെ സ്തുതിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, തലവേദന മൂലം കഷ്ടപ്പെടുന്നവര്, ചെന്നിക്കുത്തു തലവേദനയുള്ളവര്, കർത്താവേ, നെർവസ് സിസ്റ്റത്തിന് തകരാറുള്ളവര് എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചൂമ രോഗികള് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലചുറ്റിലുള്ളവര്, തലകറക്കമുള്ളവര് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, യേശു നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പുറത്ത് അതിശക്തമായ വേദനയുള്ള, എന്ന് പറഞ്ഞാൽ പുറത്തിങ്ങനെ വിലങ്ങിയിട്ട് എന്തോ സാധനം എടുത്തപ്പോൾ വിലങ്ങിയിട്ട് വേദന അനുഭവിക്കുന്ന ആരോ കർത്താവ് ഇവിടെ കാണിച്ചു തരുന്നു.
അവര് കർത്താവ് സൗഖ്യം തരുന്നത് തിരിച്ചറിയുക. ശക്തിയോട് സ്തുതിക്ക്, വീണ്ടും സ്തുതിക്ക്, ഹല്ലേലൂയ. ശക്തിയോട് സ്തുതിക്ക്. കർത്താവേ, കരുണയുള്ള ദൈവമേ, നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി പ്രാർത്ഥിക്കുന്നു. കരുണ വർഷിക്കണമേ. നിന്റെ നാമം ഈ ദേശത്ത് മഹത്വം പ്രാപിക്കട്ടെ. ഭൂലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കട്ടെ. അങ്ങനെ നാമം എന്നും മഹത്വമുള്ളതായി മാറട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അബ്രാഹാമിന്റെ ദൈവമേ, ഇസ്ഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ എന്ന് പറയുമ്പോൾ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് കൂട്ടിച്ചേർത്ത് പിടിക്കുകയാണ്. എന്താണ് ഉടമ്പടി ബന്ധം? ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ ഓരോരുത്തരും എനിക്ക് പുത്രീപുത്രന്മാരുമായിരിക്കും. ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു പിതൃപുത്ര ബന്ധത്തിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ടാണ് ഈ അബ്രാഹാമിന്റെ ദൈവമേ എന്ന് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്വന്തം അപ്പന്റെ കൂടെ സ്വന്തം പറമ്പിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരിക്കലും അപ്പൻ കൂലി കൊടുത്തതായി ചരിത്രത്തിലില്ല. അവന് കിട്ടുന്നത് അവകാശമാണ്. എന്നാൽ കൂലിപ്പണി എടുക്കുന്ന ഒരു വ്യക്തിക്ക് അവസാനം കിട്ടുന്നത് കൂലിപ്പണിക്കുള്ള അവന്റെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മൾ വെറും കൂലിപ്പണിക്കാരല്ല, പിന്നെയോ അവകാശത്തിന്റെ മക്കളാണ്. അവകാശത്തിന്റെ സന്തതികളാണെങ്കിൽ എല്ലാം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഈ അവകാശം ഒന്ന് ചോദിച്ചേ. കർത്താവിന്റെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ചോദിച്ചേ. ഈ അവകാശത്തിന്റെ മക്കളാണ് നമ്മൾ. ഈ ബന്ധത്തിന്റെ ഉടമകളാണ് നമ്മൾ. ഒരു വലിയ ബന്ധം, അത് വിവാഹമെന്ന കൂദാശയിലൂടെ ആ ബന്ധം ഊട്ടി ഉറപ്പിക്കപ്പെട്ടു. ശക്തിയോടെ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ സ്തുതിക്ക്. ആ ബന്ധം നഷ്ടപ്പെടുത്തിയവര്, പാപം ചെയ്ത് ആ ഉടമ്പടി ബന്ധം തകർത്തവര്, പാപം ചെയ്ത് ദൈവിക ബന്ധത്തിൽ നിന്ന് മാറിപ്പോയവര് യേശുവിന്റെ ബന്ധത്തിലേക്ക് വീണ്ടും ചേർക്കപ്പെടട്ടെ, ഒരുമിപ്പിക്കപ്പെടട്ടെ, അഭിഷേകത്തോടെ ചേർന്നു നിൽക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ കാണുന്നു ഇസ്ഹാക്കിന്റെ ദൈവമേ എന്ന്. ഇസ്ഹാക്കിനെ ഒരു ദിവസം രാത്രിയുടെ യാമങ്ങളിൽ അബ്രാഹാം തട്ടി ഉയർത്തി വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞത്, നമുക്ക് മോറിയാമലയിലേക്ക് പോകാം. അങ്ങനെ കഴുതയുടെ പുറത്ത് കയറ്റിയിരുത്തി കുറച്ച് വിറക് കൊടുത്തു, ഒരു കത്തിയും കയ്യിൽ കൊടുത്തു, മണ്ണെണ്ണയും കൊടുത്തു, തീപ്പട്ടിയും കൊടുത്തു. എല്ലാം കൊടുത്ത് ഈ മകനെ അതെന്റെ പുറത്ത് കയറ്റിയിരുത്തി അബ്രഹാം മോറിയാമലയിലേക്ക് യാത്രയാകുമ്പോൾ, മോറിയാമലയുടെ താഴ്വരയിൽ നിൽക്കുമ്പോൾ ഈ മകൻ ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ നമുക്കൊന്ന് ഇറങ്ങാം. എന്തിനാണ് നമ്മൾ ഇവിടെ വന്നതെന്ന് എനിക്കൊന്ന് അറിയണം. നമ്മുടെ പുറപ്പാടിന്റെ ലക്ഷ്യം എന്തെന്ന് എനിക്കൊന്ന് അറിയണം. അബ്രഹാം വളരെ വേദനിച്ചു. എന്തു പറയും? അവനോട് പറയാൻ പറ്റുമോ, നിന്റെ കഴുത്തിൽ കത്തി വെക്കാൻ കൊണ്ടുവന്നതാണ് ഇവിടെ എന്ന്? അബ്രഹാം ഒന്നും വേണ്ടിയില്ല, കുട്ടിവിട്ടില്ല. അവൻ കർത്താവിനോട് ചോദിച്ചു, അല്ല അബ്രഹാത്തോട് ചോദിച്ചു, നമ്മുടെ ലക്ഷ്യം എന്താണ്? ഗത്യന്തരമില്ലാതെ അബ്രഹാം വിളിച്ചു പറഞ്ഞു, മോനെ, ബലിയർപ്പിക്കാനാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കുട്ടി വിട്ടുകൊടുത്തില്ല. അവൻ ചോദിച്ചു, ബലിയർപ്പിക്കാനാണെങ്കിൽ ബലിക്കുള്ള മൃഗത്തെ കരുതേണ്ടതല്ലായിരുന്നു? ഇന്നത്തെ കുട്ടികളോട് ഉത്തരം കൊടുത്ത് മടുക്കുകയുള്ളൂ. ഉടനെ തന്നെ അബ്രഹാം വേറൊന്നും പറയുന്നതായി കാണുന്നില്ല. ബലിക്കുള്ള മൃഗത്തെ ദൈവം മലയിൽ തരും. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന്റെ ദൈവമെന്ന് പറയുമ്പോൾ അതിന്റെ വ്യാഖ്യാനം എന്താന്ന് മനസ്സിലായോ? ഇസ്ഹാക്കിന്റെ ദൈവമെന്ന് പറയുമ്പോൾ അതിന്റെ വ്യാഖ്യാനം തിരിച്ചറിയണം. മോനെ ഇസ്ഹാക്കെ, നീ ഒരു കുറവിലേക്ക് നോക്കി, ബലിക്കുള്ള മൃഗമില്ലാത്ത ഒരു കുറവിലേക്ക് നോക്കി നീ വേദനിക്കുകയാണ്. എല്ലാ കുറവും പരിഹരിക്കാൻ കഴിയുന്ന ഒരു ദൈവം മലയിൽ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് അവന്റെ ബലഹീനതയിലേക്ക് നോക്കി അവൻ വേദനിക്കുന്നു. മറ്റൊരാളോട് പോലും അത്രത്തോളം എനിക്ക് കഴിവില്ലല്ലോ, അവന്റെ അത്രയും സമ്പത്ത് എനിക്കില്ലല്ലോ, അവന്റെ അത്രയും സാമർത്ഥ്യം എനിക്കില്ലല്ലോ, അവന്റെ അത്രയും പഠിക്കാനുള്ള മിടുക്കില്ലല്ലോ, ഇത് പറഞ്ഞാണ് എല്ലാ മനുഷ്യരും വേദനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവരോട് നേരായ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഏതെങ്കിലും ഒരു കുറുക്കൻ എന്റെ മാളത്തേക്കാൾ വലിയ മാളമാണ് മറ്റേ കുറുക്കന്റെ മാളം എന്ന് പറഞ്ഞ് കരയുന്നതോ ഓരിയിടുന്നതോ ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ കരയുന്ന ഒരു ഒറ്റ വ്യക്തിയേ ഉള്ളൂ.
നമ്മൾ ക്രിസ്ത്യാനികൾ മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇസ്ഹാക്കിന്റെ ദൈവമേ എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാഖ്യാനം നമ്മുടെ കുറവുകളിലേക്ക് നോക്കി വേദനിക്കേണ്ടവരല്ല, അത് പരിഹരിക്കാൻ കഴിയുന്ന ദൈവത്തിലേക്ക് നോക്കി ആശ്വസിക്കേണ്ടവരാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇസ്ഹാക്കിന്റെ ദൈവം എന്ന് പറയുമ്പോൾ വീണ്ടും അതിനർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ. മോറിയ മലയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ മുള്ളുകൾക്കിടയിൽ ഉടക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ ദൈവം ബലിക്കായിട്ട് നിർത്തിയിട്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് മുള്ളുകൾക്കിടയിൽ ആ കുഞ്ഞാടിനെ വെച്ചത്? വേണമെങ്കിൽ ഒരു പാറപ്പുറത്ത് വെക്കാമായിരുന്നല്ലോ, മണൽപ്പുറത്ത് നിർത്താമായിരുന്നല്ലോ. അതൊക്കെ മാറ്റിയിട്ട് മുള്ളുകൾക്കിടയിൽ വെച്ചത് എന്തിനാണ്? അതിനൊരർത്ഥമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ മുള്ളനുഭവങ്ങൾക്ക് പിന്നിൽ ഒരു കുഞ്ഞാട് ആ മുള്ളു പിഴുതെടുക്കാൻ കാത്തിരിക്കുന്നുവെന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് ആ മുള്ളുകൾക്കിടയിൽ ഉടക്കപ്പെട്ട കുഞ്ഞാടാണ് പിൽക്കാലത്ത് 3 മുള്ളുകൾക്കിടയിൽ ഉടക്കപ്പെട്ട് കാൽവരി മലയിൽ കുരിശിൽ തൂങ്ങി മരിച്ച ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അന്ന് മുള്ളുകൾക്കിടയിൽ ഉടക്കപ്പെട്ട കുഞ്ഞാടിലേക്ക് നോക്കിക്കൊണ്ട് അബ്രഹാം പറയുകയാണ്, മോനെ, ഒരു ബലി നമ്മൾ ഇവിടെ കാണും. ഒരു വലിയ ബലിയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് പ്രിയപ്പെട്ടവരെ. ആ മോറിയാമല പിന്നീട് കാൽവരി മലയായി രൂപാന്തരപ്പെടുന്ന അഭിഷേകം അവിടെ കിട്ടി. ഹല്ലേലൂയ. അപ്പോൾ ഇസ്ഹാക്കിന്റെ ദൈവമേ എന്ന് പറയുമ്പോൾ ഒരു ബലിയിലേക്ക് എന്റെയും നിങ്ങളുടെയും കണ്ണുകൾ ഉയർത്തുന്നതാണ്. വീണ്ടും ഇസ്ഹാക്കിന്റെ ദൈവം എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു വ്യാഖ്യാനമുണ്ട്. അപ്പൊ ബലിയിലേക്ക് ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഒരു ബലിക്ക് 5 യോഗ്യതകളുണ്ട്. എന്തൊക്കെയാണത്? ബലി അർപ്പിക്കുമ്പോൾ എല്ലാവരും കൃത്യസമയത്ത് തന്നെ വരണം. എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോവുകയാണ്, കേരളത്തിലെ പള്ളികൾ കുർബാന ആരംഭിച്ചതിന് ശേഷം പള്ളി കുറ്റിയിടുകയാണെങ്കിൽ പള്ളിക്ക് പുറത്താണോ ആൾക്കാർ കൂടുതൽ, പള്ളിക്കകത്തായിരിക്കോ സിസ്റ്ററെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ബലിക്ക് 5 വാഗ്ദാനങ്ങളുണ്ട്. ഒന്നാമത്തെ വാഗ്ദാനം അത് പാപമോചനമാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 2 മുതലുള്ള തിരുവചനം, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ ഒരു മധ്യസ്ഥനുണ്ട്. അവൻ നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. അപ്പോൾ ഒരു ബലിയിലൂടെ സംഭവിക്കുന്നത് പാപപരിഹാരമാണ്. അതാണ് കർത്താവ് കാണിച്ചു കൊടുക്കുന്നത് ആ മോറിയാമലയില്. ഹല്ലേലൂയ. ബലിയിലൂടെ രണ്ടാമത് സംഭവിക്കുന്നത് അനുരഞ്ജനമാണ്. തമ്മിൽ അനുരഞ്ജനം, തന്നോട് തന്നെ അനുരഞ്ജനം, ദൈവത്തോടുള്ള അനുരഞ്ജനം. 3 മേഖലകളിൽ അനുരഞ്ജനം കിട്ടിയാലേ ഒരുവന്റെ ജീവിതം പൂർണ്ണമാകുകയുള്ളൂ. ബലിയിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഈ 2 കാര്യങ്ങൾ വെളിപ്പെടുത്തും. വീണ്ടും ഒരു ബലിയുടെ 3-ാമത്തെ വാഗ്ദാനം പ്രിയപ്പെട്ടവരെ, ആ ബലി നിത്യജീവൻ നൽകുന്നതാണ്. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കുകയില്ല. അപ്പോൾ നിത്യജീവനിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഒരു ബലി അല്ലെങ്കിൽ കുർബാന. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഒരു ബലിയുടെ വലിയൊരു അർത്ഥമുണ്ട്. എന്താണെന്നറിയാവോ? മനസ്സ്, ശരീരം, ആത്മാവ്, ഈ 3 മേഖലകളിൽ സൗഖ്യം നൽകുന്നതാണ് ബലി. അതാണ് ഏശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം 4-5 തിരുവചനങ്ങളിലൂടെ കർത്താവ് പറയുന്നത്, നമ്മുടെ വേദനകളാണ് അവിടുന്ന് ചുമന്നത്, നമ്മുടെ കഷ്ടപ്പാടുകളാണ് അവിടുന്ന് വഹിച്ചത്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേറ്റു, അവന്റെ ക്ഷതങ്ങളാൽ എനിക്കും നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. അപ്പോൾ ഈ ബലിയുടെ യോഗ്യതയാൽ മനസ്സ്, ശരീരം, ആത്മാവ് 3 മേഖലകളിൽ സമ്പൂർണ്ണ സൗഖ്യമൊഴുകും. പ്രൈസ് ദി ലോർഡ്. 5, ഒരു ബലിയുടെ ഏറ്റവും വലിയ യോഗ്യതയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബലിയിൽ ഇറങ്ങി വന്ന് നമ്മളിൽ ആവസിക്കുന്നു എന്നത്. ഈ 5 വാഗ്ദാനങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഒരു ബലിയിൽ കൂടുമ്പോൾ നിങ്ങൾക്കും എനിക്കും കിട്ടുന്നത്. അതുകൊണ്ട് നാളെ ബലി അർപ്പിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവമേ, ഈ ബലിയുടെ അനന്ത യോഗ്യതയാൽ എന്റെ പാപങ്ങൾ, എന്റെ കുടുംബത്തിലുള്ള പാപങ്ങൾ, എന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള ആത്മാക്കളുടെ പാപങ്ങൾ കഴുകിക്കളയണമേ. കർത്താവെ, ഈ ബലിയുടെ അനന്ത യോഗ്യതയാൽ തമ്മിൽ വിദ്വേഷവും വെറുപ്പും വാശിയും വൈരാഗ്യവും വെച്ചുകൊണ്ട് നടക്കുന്നവർക്ക് പരസ്പരം അനുരഞ്ജനപ്പെടാനുള്ള ഒരു അഭിഷേകം കൊടുക്കണമേ. കർത്താവായ ദൈവമേ, ഈ ബലിയുടെ അതുല്യ യോഗ്യതയാൽ എന്റെ കുടുംബത്തില് എല്ലാവർക്കും നിത്യ
നിത്യജീവൻ തരണമേ. മരിച്ചുപോയ ആത്മാക്കൾക്ക് നിത്യജീവൻ കൊടുക്കണമേ. കർത്താവേ, ഈ ബലിയുടെ അതുല്യ യോഗ്യതയാൽ എന്റെ മനസ്സ്, ശരീരം, ആത്മാവ്, ഈ 3 മേഖലകളിൽ സൗഖ്യവും വിടുതലും സമാധാനവും നൽകണമേ. കർത്താവേ, ഈ ബലിയുടെ യോഗ്യതയാൽ അങ്ങയുടെ ഏറ്റവും വലിയ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ അയക്കണമേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു ബലി അർപ്പിക്കുമ്പോൾ ഈ 5 കാര്യങ്ങളാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിക്കേണ്ടതും. ഈ 5 കാര്യങ്ങൾ സമർപ്പിക്കുമ്പോഴാണ് ദൈവം പ്രീതികരമായ പ്രാർത്ഥനയായി സ്വീകരിക്കുന്നത്. ശക്തിയോടെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ബലിയിൽ പൂർണ്ണമായി സംബന്ധിക്കാതെ മൂലം എനിക്ക് ഒത്തിരി നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ബലിയിൽ അയോഗ്യതയോടെ പങ്കെടുത്തത് മൂലം, കുർബാന അയോഗ്യതയോടെ സ്വീകരിച്ചത് മൂലം ഒത്തിരി നന്മകൾ എനിക്ക് ചോർന്നു പോയിട്ടുണ്ട്. എന്നോട് കരുണയായിരിക്കണമേ. ഹല്ലേലൂയ. അപ്പോൾ ഇസ്ഹാക്കിന്റെ ദൈവം എന്ന് പറയുമ്പോൾ മനുഷ്യവർഗത്തെ മുഴുവനും, മാനവരാശിയുടെ ചരിത്രത്തെ മുഴുവനും ഒരു ബലിയിലേക്ക് ഉയർത്തുകയാണ്. വീണ്ടും ഇസ്ഹാക്കിന്റെ ദൈവം എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്. ഇസ്ഹാക്ക് വേദനിച്ചത് നോക്കിയപ്പോ അബ്രാഹാം ഇസ്ഹാക്കിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇസ്ഹാക്കെ, നമ്മൾ കരുതുന്നിടത്ത് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കരുതുകയില്ല. നമ്മൾ കരുതാത്തിടത്താണ് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത്. പറഞ്ഞു മനസ്സിലായോ? കാനായിലെ കല്യാണ വിരുന്നിൽ അവർ കരുതിയെടുത്ത ദൈവം ഉണ്ടായിരുന്നില്ല. അവരുടെ കരുതൽ നഷ്ടപ്പെട്ടെടുത്താണ് ദൈവം ഇറങ്ങി വന്നത്. ഏലിയ പ്രവാചകന്റെ കാലത്ത് ഏലിയായും സറാപത്തിലെ വിധവയും കരുതി വെച്ചെടുത്ത് ദൈവം ഉണ്ടായിരുന്നില്ല. അവരുടെ കരുതൽ നഷ്ടപ്പെട്ടെടുത്താണ് ദൈവത്തിന്റെ സാന്നിധ്യം അനുസ്യൂതമായി ഇറങ്ങി വന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു ചിന്തയുണ്ട്. എന്താണെന്നറിയാവോ? ഐശ്വര്യം സമം ദൈവം. ക്ലേശങ്ങളോ കഷ്ടതകളോ ദുരിതങ്ങളോ വന്നാൽ അത് ദൈവത്തിന്റെ ശാപം, അത് ദൈവത്തിന്റെ ശിക്ഷ എന്ന് പറയുന്ന ഒരു വലിയ തെറ്റായ ബോധ്യം നമ്മുടെ തലയ്ക്കുള്ളിൽ കിടപ്പുണ്ട്. ഐശ്വര്യം സമം ദൈവം, ഐശ്വര്യം സമം ദൈവം. പണമുണ്ടെങ്കിൽ അത് ദൈവം അനുഗ്രഹിച്ചത്. സമ്പത്ത് കുന്നുകൂടിയാൽ, മക്കളെല്ലാം വിദേശത്തായാൽ, കുടുംബകാര്യങ്ങളൊക്കെ മനോഹരമായാൽ അതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടും അതിന് പ്രതികൂലമായിട്ട് സംഭവിച്ചാൽ ദൈവം കൈവിട്ടതായിട്ടല്ലേ നമ്മൾ കരുതുന്നത്. പക്ഷേ ഇസ്ഹാക്കിന്റെ ദൈവം ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, നമ്മൾ കരുതുന്നിടത്ത് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കരുതുകയില്ല. നമ്മൾ കരുതാത്തിടത്ത് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കരുതും. ഒറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ തീർത്തോളാം, നമ്മുടെ ബാങ്ക് ബാലൻസിൽ ദൈവമില്ലെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ബാങ്ക് ബാലൻസിലേക്ക് നോക്കി, പാസ്ബുക്ക് മറിച്ചും തിരിച്ചും നോക്കി, പട്ടയം തിരിച്ചും മറിച്ചും വെച്ച്, ആധാരം തിരിച്ചും മറിച്ചും വെച്ച് എപ്പോഴും സന്തോഷിക്കുന്നവർ ചിലരില്ലേ? അവരോട് ദൈവം പറയാണ്, നിങ്ങൾ കരുതി വെച്ചിടത്തൊക്കെ ദൈവം നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കരുതിയ സമ്പത്തിലൊന്നും ദൈവത്തിന്റെ സാന്നിധ്യമില്ല. അതുകൊണ്ടാണ് ഒരു മനുഷ്യനോട് ദൈവം പറഞ്ഞത്, നിന്റെ സമ്പത്ത് മുഴുവൻ വിറ്റ് എല്ലാം കളഞ്ഞു വരികയാണെങ്കിൽ നിനക്ക് സ്വർഗരാജ്യം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ദുഃഖത്തോടെ തിരിച്ചുപോയി എന്നാ ബൈബിൾ എഴുതിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് കിട്ടിയ വ്യാഖ്യാനം അതല്ല. ദുഃഖത്തോടെ അല്ല അവൻ പോയത്, അവൻ ആകെ ആശയക്കുഴപ്പത്തിലായി. ദൈവം വേണോ സമ്പത്ത് വേണോ എന്നുള്ള ആശയക്കുഴപ്പത്തിലായി. അങ്ങനെ ആശയക്കുഴപ്പത്തോടെ അവൻ പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്. ആ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവര്, ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നു. അവനൊരു ഹൈന്ദവ സഹോദരനാണ്. മദ്യപാനികൾക്ക് വേണ്ടിയുള്ള ധ്യാന കേന്ദ്രം അത്. ഒരു 150-200 പേര് എല്ലാ മാസവും ഒരു 8 ദിവസത്തെ ധ്യാനത്തിനായിട്ട് വരും. ആ ധ്യാനത്തിൽ കൂടിക്കൊണ്ടിരുന്നു. ധ്യാനം കഴിയാറായപ്പോ അവൻ എൻ്റെ കൈക്ക് വന്ന് പിടിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ഞാനൊരു സ്വർണ്ണപ്പണിക്കാരനാണ്. ഇഷ്ടപോലെ തങ്കം മനോഹരമായി ഞാൻ പണിതുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ആലയത്തിൽ വന്നപ്പോൾ ഞാൻ യഥാർത്ഥ തങ്കം കണ്ടു. അത് കർത്താവായ യേശുവാണ്. കൈയടിച്ച് തന്നെ പറയാ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഈ ആലയത്തിൽ വന്നപ്പോൾ, ദൈവവചനം കേട്ടപ്പോൾ, ഇവിടുത്തെ പ്രാർത്ഥനകൾ കേട്ടപ്പോൾ, ക്ഷമിക്കുന്ന സ്നേഹം കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, യഥാർത്ഥ സമ്പത്ത് യേശുക്രിസ്തുവാണെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇസ്ഹാക്കിന്റെ ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ കരുതി വെച്ചെടുത്തൊന്നും ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കരുതുന്നിടത്ത് ദൈവം നിശബ്ദനാകും, നമ്മൾ കരുതാത്തിടത്ത് ദൈവം വാചലനാകും. അതതിന്റെ അർത്ഥം. ഇസ്ഹാക്കിന്റെ ദൈവം എന്ന് പറയുമ്പോൾ ഒരർത്ഥവും കൂടിയുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താണെന്നറിയാവോ? മോനെ ഇസ്ഹാക്കെ, നീ എന്തിനിങ്ങനെ വേദനിക്കുന്നു?
ആകുലപ്പെടുന്നു, ഉത്കണ്ഠപ്പെടുന്നു, നിരാശപ്പെടുന്നു. ഞാൻ നിന്നോട് പറയട്ടെ, ദൈവം നമ്മളെ വിളിച്ചത് എല്ലാം ഒരുക്കി വെച്ചിട്ടാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് ദൈവം പറയും, നിന്നെയും എന്നെയും ഞാൻ വിളിച്ചത് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ഗ്രൗണ്ടിൽ ഒരുക്കി വെച്ചിട്ടാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചോദിക്കുന്നതിനേക്കാളും ആഗ്രഹിക്കുന്നതിനേക്കാളും സ്വപ്നം കാണുന്നതിനേക്കാളും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ദൈവം ഈ സഭയിലും ഈ സമൂഹത്തിലുമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അഭിഷേകത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇസ്ഹാക്കിന്റെ ദൈവമേ എന്ന് കേൾക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കണം, ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകണം. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ സ്തുതിക്ക്. ദൈവമേ, ദൈവമേ, പലപ്പോഴും എന്റെ ചിന്തകളിൽ വ്യതിയാനം വന്നിട്ടുണ്ട്, എന്റെ തെറ്റായ ധാരണകളിൽ ഞാൻ ജീവിച്ചു പോയിട്ടുണ്ട്. എന്നെ അഭിഷേകം ചെയ്ത് എന്നെ ഉണർത്തണമേ, വീണ്ടും കർത്താവിലേക്ക് ചേർത്തു പിടിക്കണമേ. ഹല്ലേലൂയ. ഇനി യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? ബൈബിളിലെ വ്യാഖ്യാനം, യാക്കോബ് ഏസാവിന്റെ അധികാരം തട്ടിയെടുത്തു. ഉടനെ തന്നെ ഏസാവ് പറഞ്ഞു, എന്റെ അധികാരം തട്ടിയെടുത്തവനെ ഞാനും തട്ടും. നമ്മുടെ പിള്ളേരെ ഇപ്പൊ സൂക്ഷിക്കണം. തട്ടു എന്ന് പറഞ്ഞാൽ തട്ടും, സമയം വെച്ച് തട്ടും, ഡേറ്റ് വെച്ച് തട്ടും. അങ്ങനെ തട്ടുന്നവന്മാരൊക്കെ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ അവര് യാക്കോബിന്റെ ദൈവമായിട്ട് തിരിച്ചു വന്നാൽ മതി. ഹല്ലേലൂയ. ഡേറ്റ് വെച്ച് തട്ടു എന്ന് പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അമ്മ പറഞ്ഞു, മോനെ അവനൊരു കാട്ടുകഴുതയുടെ സ്വഭാവം, അതുകൊണ്ട് തട്ടു എന്ന് പറഞ്ഞ അവൻ തട്ടും, നീ വേഗം പൊയ്ക്കോ, നമുക്കൊരു ചാർച്ചക്കാരൻ ലാബാനുണ്ട്. ലാബാന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ ലാബാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, വീട്ടിലെ ജോലികൾ ചെയ്യാൻ ഒരാളെ കിട്ടാതെ. നമ്മുടെ അബ്രഹാം ചെന്നു, ജോലി കൊടുക്കാൻ തുടങ്ങി. 2 പെൺമക്കളെ വിവാഹം ചെയ്ത് അയച്ചു കൊടുത്തു. 14 കൊല്ലം അബ്രഹാം അവിടെ ജോലി ചെയ്തു. 14 കൊല്ലം പ്രിയപ്പെട്ടവരെ അവിടെ അബ്രഹാം ജോലി ചെയ്തപ്പോ 10 തവണ കൂലിയിൽ മാറ്റം വരുത്തി യാക്കോബിനെ വേദനിപ്പിച്ചു. യാക്കോബ് മടുത്തു കഴിഞ്ഞപ്പോ ദൈവത്തോട് പരാതി പറഞ്ഞു, ദൈവമേ, ഈ ലാബാൻ എന്നെ ഊറ്റിയെടുത്ത് പണക്കാരനായി മാറി. നമ്മൾ കണ്ടിട്ടില്ലേ, മുത്തൂറ്റെന്നൊക്കെ കേട്ടിട്ടില്ലേ? കൈ കിട്ടുന്നവനെ ഊറ്റിയെടുക്കുന്ന പാർട്ടികള്, അതും കേരളത്തിൽ ഇഷ്ടം പോലെയുണ്ട്. ഒരു ഉദ്യോഗാർത്ഥിയെ കിട്ടിയ ഊറ്റിയെടുക്കുക, ഒരു പൈസക്കാരനെ കിട്ടിയ അവന് ഊറ്റിയെടുക്കുക. തൊഴിലാളി മുതലാളിയെ ഊറ്റും, മുതലാളി തൊഴിലാളിയെ ഊറ്റും. ഇതാണ് കേരളം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കർത്താവേ, അവൻ എന്നെ പിഴിഞ്ഞ് കാശുണ്ടാക്കി, എന്റെ ദേഹാധ്വാനവും കഷ്ടപ്പാടും നീ കാണുന്നില്ലേ എന്ന് ചോദിച്ച് അബ്രഹാം കരഞ്ഞപ്പോ ദൈവം പറഞ്ഞു, അബ്രഹാം നീ കരയണ്ട, ചാർച്ചക്കാരുടെ വീട്ടിലേക്ക് പോരുക. പക്ഷേ അബ്രഹാം കണ്ണടയ്ക്കുമ്പോ നമ്മുടെ ഏസാവിന്റെ വടിവാളാ കാണുന്നത്. എങ്ങനെ പോരും? ഈ അബ്രഹാം എല്ലാവരെയും മുന്നിൽ വിട്ടു. ഭാര്യമാരെ, മക്കളെ, ആടുമാടുകളെ എല്ലാം മുന്നിൽ വിട്ടിട്ട് അബ്രഹാം പുറകില് രാത്രിയുടെ യാമങ്ങളിൽ ഇങ്ങനെ ഒരു കടവിന്റെ അടുത്ത് വന്ന് പതുങ്ങി നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് വട്ടം കെട്ടി ഇങ്ങ് പിടിച്ചു. പേടിച്ചു നിൽക്കുമ്പോ വട്ടം കെട്ടി പിടിച്ചാൽ എന്താ അവസ്ഥ പ്രിയപ്പെട്ടവരെ? 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിമുറുക്കി. അപ്പോൾ നമ്മുടെ യാക്കോബ് ആ ദൂതനോട്, പിടിച്ച വ്യക്തിയോട് ഒരു ആവശ്യം പറഞ്ഞു. എന്താണ്? നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ ഇവിടം വിട്ടുപോകുകയില്ല. നോ, അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ചോദിച്ചത് വ്യാഖ്യാനമാണ് പ്രിയപ്പെട്ടവരെ. ഒരു മനുഷ്യനെ രാത്രി മുഴുവനും പുലരുവോളം പിടിച്ചു നിർത്തി അനുഗ്രഹിച്ചിട്ട് പോയ ദൈവം എന്നാണ് യാക്കോബിന്റെ ദൈവം എന്ന് പറയുമ്പോൾ അവിടെയാണ് അർത്ഥത്തിന്റെ പൂർണ്ണത കിടക്കുന്നത്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇനി അബ്രഹാമിന്റെ ദൈവമേ, ഇസ്ഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ എന്ന് പറയുമ്പോൾ ഈ രാത്രി മുഴുവനും നിങ്ങളെ പിടിച്ചു നിർത്തി അനുഗ്രഹിച്ചിട്ട് വിടുന്ന ദൈവം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ തന്നു വിടുന്ന ദൈവം, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ, നിങ്ങൾക്ക് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ തരാൻ കഴിയുന്ന ദൈവത്തിന് വലിയ മഹത്വം ഉണ്ടാകട്ടെ. ശക്തിയോടെ സ്തുതിക്കണം. ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്ക്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ സ്തുതിക്ക്. ദൈവമേ, അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ.
കണ്ണിന് ചൊറിച്ചിലും കടിയും, കണ്ണിന് കാഴ്ചക്കുറവുള്ള, കണ്ണിലൂടെ എന്തെങ്കിലും വായിക്കുമ്പോൾ വെള്ളം വരുന്ന ചിലരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സന്ദേശം കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ ഉദര സംബന്ധമായ വേദനയുള്ള, എപ്പോഴും ഇങ്ങനെ ഗ്യാസ് ട്രബിൾ വന്നിട്ട് വയറ് കമ്പിക്കുന്ന, കല്ലുപോലെ വയറിരിക്കുന്ന അവസ്ഥയുള്ള ചിലരെ കർത്താവ് സുഖപ്പെടുത്തുന്നതായി വീണ്ടും സന്ദേശം നൽകുന്നു. വീണ്ടും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ സുഖപ്പെടുത്തുന്ന ശക്തി അയക്കപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്നത് എന്തിനാണെന്നറിയാവോ? അബ്രഹാമിന്റെ ദൈവമേ, ഇസ്ഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഇനി അതിനേക്കാൾ ഉപരി ഒരു വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ അതുല്യ സ്ഥാനത്തെ, ആ ക്രിസ്തുവിന്റെ അതുല്യ നാമത്തെ ഏറ്റുപറയുമ്പോഴാണ് ഒരു ക്രിസ്ത്യാനി പൂർണ്ണനായ ക്രിസ്ത്യാനിയായി മാറുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് 3 സവിശേഷതകളുണ്ട്. എന്താ അത്? 1, ക്രിസ്തു സർവജ്ഞാനിയാണ്. 2, ക്രിസ്തു സർവശക്തനാണ്. 3, ക്രിസ്തു സർവവ്യാപിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9 മുതലുള്ള തിരുവചനത്തിലൂടെ ദൈവം പറയുന്നത്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷ ഉറപ്പാണ്. ഹല്ലേലൂയ. രക്ഷ കിട്ടാനുള്ള 2 ഒറ്റമൂലി ആണ് കർത്താവ് പറയുന്നത്. 2 ഒറ്റമൂലികളാണ് ദൈവം നമുക്ക് തരുന്നത് രക്ഷപ്പെടാൻ. 1, ക്രിസ്തു സർവാധിപനായ ദൈവമാണെന്ന് ഏറ്റുപറയണം. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുക? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ ഈശോ പറഞ്ഞു, ഞാനാണ് ആടുകളുടെ ഇടയൻ. ഞാനാണ് ഈ ആടുകളുടെ ആ വാതിൽ. ഹല്ലേലൂയ. ഇടയൻ എന്ന് പറയുമ്പോൾ നിരവധി അർത്ഥങ്ങൾ ഒതുക്കി വെച്ചിട്ടാണ് നമ്മുടെ കർത്താവ് ഞാനാണ് ഇടയൻ എന്ന് പറഞ്ഞത്. ഇടയൻ എന്ന വാക്കിന് ഒരൊറ്റ അർത്ഥമുള്ളൂ, ആടിനെ മേയ്ക്കുന്നവൻ. പക്ഷേ 1000 അർത്ഥം അതിന്റെ പിന്നിലിട്ടുകൊണ്ടാണ് ക്രിസ്തു ഇടയൻ എന്ന് പറഞ്ഞത്. എന്താണ് ഇടയൻ എന്ന് പറഞ്ഞാൽ? അതിന്റെ 1-ാമത്തെ അർത്ഥം, ഇടയൻ ആടുകൾക്ക് ആല കെട്ടിക്കൊടുക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വീടില്ലാത്തതിനെ ഓർത്തോ, സ്വന്തമായ ഒരു ഭവനമില്ലാതെ കഷ്ടപ്പെടുന്നവര്, വീട് ചോർന്നൊലിക്കുന്നതിനെ ഓർത്ത്, വാടക വീട്ടിൽ കിടക്കുന്നതിനെ ഓർത്ത് എനിക്ക് അറിയേണ്ട കാര്യമില്ല. കർത്താവാണ് എന്റെ ഇടയൻ എന്ന് പറയുമ്പോൾ എനിക്ക് വീടൊരുക്കി തരുന്നവനാണ് ദൈവം. ഇടയൻ എന്ന് പറയുമ്പോൾ അതിന്റെ 2-ാമത്തെ അർത്ഥം പ്രിയപ്പെട്ടവരെ, ഇടയൻ ആടുകൾക്ക് തക്ക സമയത്ത് പുല്ലും വെള്ളവും എത്തിച്ചു കൊടുക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണവും പാനീയവും നമുക്ക് വേണ്ടി കരുതുന്നവനാണ് ഇടയൻ. ഇടയൻ എന്ന് പറയുമ്പോൾ ഇടയൻ ആടുകൾക്ക് രോഗം വന്നാൽ രോഗം വെച്ച് കെട്ടുന്നവനും സുഖപ്പെടുത്തുന്നവനുമാണ്. അതിന് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നവനാണ്. അപ്പോൾ രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവിന്റെ ശക്തി ഇടയൻ എന്ന വാക്കിൽ കിടപ്പുണ്ട്. വീണ്ടും ഇടയൻ എന്ന് പറയുമ്പോൾ ആടുകളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവനാണ് ഇടയൻ. നമ്മൾ പല കാര്യങ്ങളിൽ ഇടപെടുന്നു, പക്ഷേ ദൈവം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധാലുവാണ്. എന്താണ്? തന്റെ ആടുകളുടെ ക്ഷേമത്തെക്കുറിച്ച് മാത്രമാണ് ഇടയന്റെ ചിന്ത. വീണ്ടും ഇടയൻ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, വേറൊരു വലിയ കാര്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. എന്താണെന്നറിയാമോ? ഇടയൻ എപ്പോഴും ആടുകളുടെ കൂടെയാണ്. ഒരു നിമിഷം പോലും ആടുകളെ വിട്ടു പോകുന്നില്ല. ഇനി ഇടയൻ എന്ന് പറയുമ്പോൾ ആടുകൾക്ക് സംരക്ഷണം നൽകുന്നവനാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കും എനിക്കും പിശാചിൽ നിന്നും ലോകത്തിൽ നിന്നും ജഡത്തിന്റെ പ്രവണതകളിൽ നിന്നും സംരക്ഷണം നൽകുന്നവനാണ് ഇടയനായ ക്രിസ്തു. ഇടയൻ എന്ന് പറയുമ്പോൾ ആടുകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ കർത്താവാണ്, യേശു കർത്താവാണെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ കർത്തൃത്വം ഏറ്റെടുത്തവനാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി ചെയ്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് നൽകുന്നവനാണ് ഇടയനായ ദൈവം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. ഈ ഇടയനാണ്
ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഈ അൾത്താരിൽ കടന്നു വന്ന് നമ്മളെ ആശീർവദിക്കുന്നത്. ശക്തിയോടെ സ്തുതിച്ചേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഇടയനായ യേശുവേ, നീ ഇറങ്ങി വരണമേ. ഇടയന്റെ എല്ലാ പ്രവൃത്തികളും ഇവിടെ നിറവേറ്റി സാക്ഷാത്കരിച്ച് ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. ദാവീദ് രാജാവ് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ക്ലേശങ്ങളും പീഡകളും വരുമ്പോൾ ഒരു വാക്ക് പറയുമായിരുന്നു. എന്താ? കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവില്ല എന്ന് പറഞ്ഞിട്ട് ദാവീദ് പറയും, കർത്താവിന്റെ കോട്ടയാണ്, കർത്താവിന്റെ അഭയശിലയാണ്, കർത്താവിന്റെ ശക്തിദുർഗമാണ്, കർത്താവിന്റെ അഭയ സങ്കേതമാണ്, കർത്താവിന്റെ ഓഹരിയാണ്, കർത്താവിന്റെ പരിപാലകനാണ്, കർത്താവിന്റെ സർവസ്വമാണ്, കർത്താവിന്റെ എല്ലാമാണ്. ഒരു മനുഷ്യന്റെ ഭയം വിട്ടുപോകാൻ, ഒരു മനുഷ്യന്റെ വേദന വിട്ടുപോകാൻ, ഒരു മനുഷ്യന്റെ സംഘർഷം വിട്ടുപോകാൻ, പിരിമുറുക്കം വിട്ടുപോകാൻ ഒരൊറ്റ വാക്ക് മാത്രം പറഞ്ഞാൽ മതി. കർത്താവിന്റെ കോട്ടയാണ്, കർത്താവിന്റെ അഭയശിലയാണ്, കർത്താവിന്റെ ശക്തി ദുർഗമാണ്, കർത്താവിന്റെ ഓഹരിയാണ്, കർത്താവിന്റെ പരിപാലകനാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയും എന്റെയും എല്ലാ സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും അസ്വസ്ഥതകളും ഭാരങ്ങളും നീങ്ങിപ്പോകാനുള്ള ഏക വഴിയാണ്. എന്നിട്ട് ദാവീദ് പറഞ്ഞു, കർത്താവിന്റെ വലതുഭാഗത്തുള്ളതിനാൽ ഞാൻ ഭയമറിയുകയില്ല, അവിടുന്ന് എന്റെ കൂടെയുള്ളതിനാൽ ഞാൻ കുലുങ്ങുകയില്ല. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും ഞാൻ ഭയമറിയുകയില്ല. എന്തൊരു ഫെയ്ത്താ പ്രിയപ്പെട്ടവരെ. ആദ്യം നമ്മൾ കേട്ട വചനം എന്താ? യഥാകാലം പൂർത്തിയാകേണ്ട വചനം അവിശ്വസിച്ചത് കൊണ്ട് നീ മൂകനായി തീരും. നിന്നിൽ പൂർത്തിയാകേണ്ട പല കാര്യങ്ങളും പൂർത്തിയാകുമ്പോൾ മാത്രമാണ് നിന്നിലേക്ക് അനുഗ്രഹം ഒഴുകുക. ഇവിടെ കർത്താവിന്റെ ദൂതന്മാര് വിളിച്ചു പറയുന്ന വാക്കാണ് കർത്താവിന്റെ ഇടയനാണെന്ന് പറയണം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. രോഗികളായി കഴിയുന്നവര്, സ്വന്തമായി ഭവനമില്ലാത്തവര്, വിവാഹ തടസ്സമുള്ളവര്, മക്കളില്ലാതെ മനസ്സു നൊന്ത് കഴിയുന്നവര്, പൈശാചിക പീഡ മൂലം രക്ഷപ്പെടാൻ കഴിയാതെ അടിമത്തത്തിൽ കുടുങ്ങിക്കിടക്കുന്നവര്, എന്തു ചെയ്യുമെന്നോർത്ത് കടബാധ്യതയോർത്ത് പകച്ചു നിൽക്കുന്നവര്, നാണക്കേടും മാനക്കേടും സഹിച്ചു മടുത്തവര് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവർക്കെല്ലാം അതിൽ നിന്ന് രക്ഷ കിട്ടാൻ ഒറ്റ മൂല്യമുള്ളൂ. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. അവൻ നിരന്തരം എന്റെ കൂടെയാണെന്ന് വിശ്വസിക്കണം. അവൻ എന്നോടൊപ്പം നിൽക്കുന്നവനാണെന്ന് വിശ്വസിക്കണം. അവൻ എന്റെ ഇടയനാണ്, അവൻ എന്റെ കോട്ടയാണ്, അഭയശിലയാണ്, ശക്തി ദുർഗമാണ്, എന്റെ വാതിലാണ്, എന്റെ സംരക്ഷകനാണ്, എന്റെ പരിപാലകനാണ്, എന്റെ ഓഹരിയാണ് എന്നുള്ള വിശ്വാസം ആഴത്തിൽ ഏറ്റുപറയട്ടെ. അതരം തുറന്നു സ്തുതിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശക്തിയോട് സ്തുതിച്ചാൽ ഈ ദൈവം ആൾക്കാരയിലല്ല, നിങ്ങളുടെ അടുക്കലേക്ക് വരും, നിങ്ങളുടെ അടുക്കലേക്ക് വരും. ഈ ദേശം മുഴുവനിലേക്ക് പോകും. ഈ കർത്താവ് എല്ലാ തൊഴിലാളി വർഗങ്ങളുടെ അടുക്കലേക്ക് പോകും, മത്സ്യത്തൊഴിലാളികളുടെ അടുക്കലേക്ക് പോകും, സകല തിന്മയിലും ആധിപത്യത്തിലും കഴിയുന്നവരുടെ അടുക്കലേക്ക് ഓടും. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ, നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. മുട്ടുകുത്താൻ പറ്റുമെങ്കിൽ മുട്ടുകുത്താം. എല്ലാവരും പാടി പ്രാർത്ഥിക്കട്ടെ. സ്നേഹനാഥ ഹൃദയം തേടിയും സ്നേഹമേ, യേശുനാഥ, യേശുനാഥ, ഹൃദയം തേടിയും സ്നേഹമേ, യേശുനാഥ. ഈശോയെ, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഈശോയെ, എന്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ. ഈശോയെ, എന്റെ തകർച്ചയിലേക്ക് കടന്നു വരണമേ. ഈശോയെ, എന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നീ കടന്നു വരണമേ. ആഗ്രഹത്തോടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാവരും ദാഹത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാമിൽ ജീവനും സ്നേഹവുമേ,
യേശുനാഥ കരങ്ങളുയർത്തി വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. യേശുനാഥ എന്റെ കർത്താവേ, സ്നേഹനാഥ ഹൃദയം തേടിയും സ്നേഹമേ യേശുനാഥ കരങ്ങളുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയുടെ ദൈവമേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ദൈവമേ ശക്തി, ദൈവമേ ശക്തി പുറപ്പെടട്ടെ. യേശുവേ അങ്ങനെ ശക്തി പുറപ്പെടട്ടെ. യേശുവേ അങ്ങനെ കൃപ അയക്കണമേ. ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവം തന്ന ദാനമായ കണ്ണുകൊണ്ട് കർത്താവിനെ നേരിട്ട് കാണാം. ഈ അൾത്താരയിലേക്ക് ദിവ്യകാരുണ്യനാഥനായി ഈശോ കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് നമുക്ക് സ്പർശിക്കാവുന്ന രീതിയിൽ ഇതാ ജീവിക്കുന്ന ദൈവം ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കട്ടെ. ഈശോ നമ്മളെ നോക്കുന്നുണ്ട്. ഈശോ നിന്നെയും നിന്റെ കുടുംബത്തെയും കാണുന്നുണ്ട്. ഈശോ നിന്റെ വേദനകൾ കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നതാണ്. അപ്പസ്തോലന്മാരെ അവൻ അധികാരപ്പെടുത്തി അയച്ചു. അവർ പോയി വചനം പ്രഘോഷിച്ചു. വചനം പ്രഘോഷിച്ചിടത്തെല്ലാം വചനത്തിന് സ്ഥിരീകരണവുമായി കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുന്ന ദൈവമക്കൾക്കുള്ള അവകാശമാണ് അനുഗ്രഹങ്ങൾ. കരങ്ങൾ യാചനാപൂർവ്വം നമുക്ക് പിടിക്കാം. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 17 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കേൾക്കുന്നു. അവൻ അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു. ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവന്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നും ടയർ സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ചുകൂടി. അശുദ്ധാത്മാക്കളാൽ ബാധിതരായവർ സുഖമാക്കപ്പെട്ടു. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. യേശുവേ, യേശു പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇതാ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്ന ഏറ്റവും വലിയ രൂപം ഈ ദിവ്യകാരുണ്യത്തിൽ കർത്താവ് തന്റെ ഹൃദയം തന്നെ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുക. കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ച് ഇതിന്റെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തട്ടെ. ഈശോയെ, ഞാൻ രോഗിയാണ്. ഈശോയെ, ഞാൻ പാപിയാണ്. ഈശോയെ, ഞാൻ തകർച്ചയിലാണ്. ഈശോയെ, ഞാൻ കഷ്ടപ്പാടിലാണ്. കർത്താവിന്റെ മുമ്പിലേക്ക് കരങ്ങൾ യാചനാപൂർവ്വം നീട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും വേദനകൾ പങ്കുവയ്ക്കട്ടെ. കണ്ണുനീർത്തുള്ളികൾ കർത്താവിന്റെ മുമ്പിലേക്ക് വീഴട്ടെ. എന്നെ കാണുന്ന ദൈവം, എന്നെ തിരിച്ചറിയുന്ന ദൈവം സക്കേവൂസിനെ വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞ്, സക്കേവൂസേ, നീ താഴെ ഇറങ്ങുക, ഇന്ന് ഞാൻ നിന്നോടുകൂടെ നിന്റെ ഭവനത്തിൽ കടന്നു വരുന്നു എന്ന് പറഞ്ഞ ദൈവം, ഇതാ കാണുന്ന ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നു, പേര് ചൊല്ലി വിളിക്കുന്നു. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാവരും ഉച്ചത്തിൽ വിളിക്കട്ടെ. എല്ലാവരും വിളിക്കട്ടെ. കർത്താവിന്റെ പരിശുദ്ധ നാമം, എല്ലാ അധരങ്ങളും സുഖപ്പെടുത്തുന്ന നാമം വിളിച്ചു. യേശുവേ, 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 ഈശോയെ, സ്വർഗം വിട്ട് ഭൂമിയിൽ കടന്നു വന്നവനെ, യേശുവേ, വിട്ട് ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന ദൈവമേ, രക്ഷിക്കണമേ, കാണിക്കണമേ, കരുണ കാണിക്കണമേ. യേശുവേ, എന്റെ രോഗത്തിന്റെ മേൽ, എന്റെ പാപത്തിന്റെ സുഖപ്പെടുത്തണമേ. ഒരു നിമിഷം അങ്ങ് നോക്കണമേ, മോചിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരെയും വിളിച്ചു പ്രാർത്ഥിക്കുക. യേശുവേ, കാണിക്കണമേ. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് നൽകിയിരിക്കുന്ന അധികാരത്തോട് ഈ വൈദികരോട് ചേർന്ന്, സന്യസ്തരോട് ചേർന്ന് ദൈവജനത്തെ
കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യമൊഴുക്കണമേ. അങ്ങേ നോക്കിയവർ ലജ്ജിതരാവുകയില്ല എന്ന് ഈ മക്കളെ പൂർത്തിയാകട്ടെ. ആരാധന ആരാധന ആരാധന. ദൈവമേ യാചന കേൾക്കണമേ. ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നിലവിളി കേൾക്കുന്ന ദൈവമേ യാചന കേൾക്കണമേ. സ്വയം നോക്കി നിലവിളി കേൾക്കുന്ന ദൈവമേ യാചന കേൾക്കണമേ. ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ മുമ്പിൽ നമുക്ക് മുട്ടുമേൽ നിൽക്കാം. ഈശോ തന്റെ കരങ്ങൾ ഉയർത്തി നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്നു. ഇരു കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിനക്ക് മാത്രം അറിയുന്ന നിന്റെ ദുഃഖങ്ങൾ കണ്ണുനീരോടെ കർത്താവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, അവനൊന്ന് തൊട്ടാൽ, അവനെ ഒന്ന് തൊടാൻ പറ്റിയാൽ നമ്മുടെ ജീവിതം മാറും. വിശ്വസിച്ച് ഏറ്റെടുക്കുക. ലോകത്തിന്റെ മേലും സകലത്തിന്റെ മേലും അധികാരമുള്ളവനാണ് യേശു. ഇന്നും അവൻ പ്രവർത്തിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്ന, തന്നെ വിശ്വാസത്തോടെ കാണുന്ന, തന്നെ ദൈവമായി അംഗീകരിക്കുന്ന എല്ലാവരിലും അവൻ പ്രവർത്തിക്കുന്നു. ഇരു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ ഹൃദയ ദുഃഖങ്ങൾ കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ വേദനകളിലേക്ക് നീ കടന്നു വരണമേ. എൻ്റെ കുറവുകളിലേക്ക് നീ കടന്നു വരണമേ. ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ സ്പർശിക്കണമേ. സീറോ ഫെനീഷ്യക്കാരി സ്ത്രീ അങ്ങയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിലൊന്ന് തൊട്ടാൽ അവൾക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ വിചാരിച്ചു. അവൾ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടു, സൗഖ്യം കിട്ടി. 12 വർഷമായ രക്തസ്രാവം കർത്താവെ അങ്ങ് മാറ്റിക്കൊടുത്തു. അങ്ങിൽ നിന്നും ശക്തി പുറപ്പെട്ടു. അങ്ങയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിലൂടെ ആ മകളിലേക്ക് ശക്തി പുറപ്പെട്ടു. അവൾക്ക് സൗഖ്യം കിട്ടി. കർത്താവെ, ജായറൂസ് അവന് നിന്നെ നിന്റെ വീട്ടിൽ തന്റെ വീട്ടിൽ സ്വീകരിക്കുവാനുള്ള യോഗ്യതയില്ലാത്തത് മൂലം അങ്ങൊന്ന് പറഞ്ഞാൽ മതി, അങ്ങൊന്ന് കൽപ്പിച്ചാൽ മതി, സൗഖ്യം പ്രാപിക്കുമെന്ന് വിശ്വസിച്ചു. ഈശോയെ, കർത്താവേ, അവിടെയും അങ്ങ് ശക്തി പുറപ്പെടുവിച്ച് ആ കുടുംബത്തെ രക്ഷിച്ചു, സൗഖ്യം നൽകി. കർത്താവേ, ഇന്ന് ഈ ദിവ്യകാരണത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി എന്റെ കുടുംബത്തിലേക്ക് കടന്നു വരട്ടെ, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. കർത്താവേ, ഈ മക്കൾക്ക് സൗഖ്യങ്ങളും വിടുതലുകളും ഒക്കെ നൽകണമേ. കർത്താവേ, ഈ ധ്യാനത്തിൽ സംബന്ധിക്കുവാൻ ആഗ്രഹിക്കാതെ മാറി നിൽക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം സമർപ്പിക്കുന്നു. ഈശോയെ, അവരെ കൂടി അങ്ങയിലേക്ക് ആകർഷിക്കണമേ. എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എന്റെ അടുക്കൽ വരിക സാധ്യമല്ല നല്ല ചെയ്ത കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവും ദൂതന്മാരും ഈ രാത്രിയിൽ പ്രവർത്തിക്കട്ടെ. അങ്ങയുടെ മക്കൾ വചനം കേൾക്കട്ടെ. അങ്ങയുടെ മക്കൾ അങ്ങനെ അറിയട്ടെ. അങ്ങയുടെ മക്കൾ അങ്ങയുടെ അനുഗ്രഹം സ്വന്തമാക്കട്ടെ. ഒരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച കരങ്ങള് ദിവ്യകാരണത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ ധ്യാനത്തിൽ സംബന്ധിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അവരുടെ പേരുകൾ കർത്താവിന്റെ മുമ്പിലേക്ക് കൊടുത്തുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കടന്നു വരട്ടെ. മഹത്വം. നമുക്ക് ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന് മുമ്പിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കാം. വിശുദ്ധീകരിക്കപ്പെടേണ്ട ഒരുപാട് മേഖലകള് ഒരുപാട് കുടുംബങ്ങളിൽ ഈ സമൂഹത്തിലുണ്ട്. ചില വിശുദ്ധീകരണങ്ങൾ അത്യാവശ്യമാണ്. കർത്താവിന് മുമ്പിലേക്ക് ആ വിശുദ്ധീകരിക്കപ്പെടേണ്ട മേഖലകളെ സമർപ്പിക്കുക. ഇന്ന് നീ നിന്നെ തന്നെ വിശുദ്ധീകരിച്ചാൽ നാളെ കർത്താവിന്റെ പ്രവൃത്തി നീ കാണും.
വിശുദ്ധീകരിക്കാതെ കർത്താവിന്റെ പ്രവൃത്തി അനുഭവിക്കുക സാധ്യമല്ല. കാരണം അവൻ വിശുദ്ധി തേടുന്ന ദൈവമാണ്. വിശുദ്ധി തേടുന്ന ദൈവമാണ്. വചനം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, തിരുകുമാരന്റെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായി കൂദാശനങ്ങൾക്ക് നൽകിയല്ലോ. അവിടുത്തെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അവിടുത്തെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യനാഥനിലേക്ക് നോക്കി ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കുടുംബത്തിലെ എല്ലാ മേഖലകളെയും, പ്രത്യേകിച്ച് നമ്മുടെ കുറവുകളെയും നമ്മുടെ ആവശ്യങ്ങളെയും നമ്മുടെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. രക്ഷിക്കണമേ, എന്നെ കൈവെടിയരുത് ദൈവമേ, എന്നെ തള്ളിക്കളയരുത് ദൈവമേ, എന്നെ ഏറ്റെടുക്കണമേ, സംഭവിക്കട്ടെ, സൗഖ്യം നൽകണമേ, മാറിപ്പോകട്ടെ, ദുശീലങ്ങൾ മാറിപ്പോകട്ടെ, ദോഷങ്ങൾ അഴിഞ്ഞു പോകട്ടെ. അനുഗ്രഹിക്കണമേ ദൈവമേ, അനുഗ്രഹിക്കണമേ ദൈവമേ, കടാക്ഷിക്കണമേ ദൈവമേ, രക്ഷിക്കണമേ. നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, നാളെ അതിശക്തമായ ശുശ്രൂഷകൾ ഉണ്ടാവും. പ്രത്യേകമായിട്ട് സൗഖ്യ പ്രാർത്ഥനകൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. 5:30